കാലിയായ ഒരു കാർപോർച്ചിന്റെ സൗകര്യത്തിൽ ഒരു കമ്പനി തുടങ്ങാൻ കഴിയുമോ? ആ കമ്പനിയെ ലോകത്തിലെ 1-ാം നമ്പർ ബ്രാൻഡായി വളർത്താൻ കഴിയുമോ? ഈ ചോദ്യങ്ങൾ സ്റ്റീവ് ജോബ്സ്, സ്റ്റീവ് വോസ്നിയാക്, റൊണാൾഡ് വെയ്ൻ എന്നിവരോടാണെങ്കിൽ ചെറുപുഞ്ചിരിയോടെ ഒരു ആപ്പിൾ എടുത്ത് കയ്യിൽ തരും. അതെ, ലോകോത്തര ബ്രാൻഡായ ആപ്പിൾ തുടങ്ങിയത് കാലിഫോർണിയയിലെ ഒരു സാധാരണ ഗാരേജിൽ നിന്നാണ്. 1976 ഏപ്രിൽ 1 അന്നാണ് ആപ്പിളിന്റെ കഥ തുടങ്ങുന്നത്. സ്റ്റീവ് ജോബ്സ്, സ്റ്റീവ് വോസ്നിയാക്, റൊണാൾഡ് വെയ്ൻ എന്നീ 3 പേർ ചേർന്ന് തുടങ്ങിയ കുഞ്ഞു സംരംഭമാണ് ആപ്പിളായി പടർന്നു പന്തലിച്ചത്. ജോബ്സിന്റെ ദീർഘവീക്ഷണവും വോസ്നിയാക്കിന്റെ എഞ്ചിനീയറിംഗ് വൈവിധ്യവും ചേർന്നാണ് ആപ്പിൾ 1 കമ്പ്യൂട്ടർ രൂപം കൊണ്ടത്. വോസ്നിയാക്കിന്റെ കൈകൊണ്ട് നിർമ്മിച്ച ആപ്പിൾ 1 കമ്പ്യൂട്ടറാണ് ആദ്യ ഉൽപ്പന്നം. എന്നാൽ ആപ്പിൾ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്ന കടിച്ച ആപ്പിളിന്റെ ലോഗോ പോലെ അവരുടെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. 1980-കളിൽ ആപ്പിളിന് മികച്ച വളർച്ചയുണ്ടായി. മാക്കിൻടോഷ് അവതരിപ്പിച്ചത് ഒരു വിപ്ലവമായിരുന്നു. പക്ഷേ ആപ്പിളിന്റെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സിന് 1985-ൽ സ്വന്തം കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടതായി വന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ പരാജയപ്പെടുകയും കമ്പനിയുടെ വളർച്ച മന്ദഗതിയിലാവുകയും ചെയ്തു. പലരും ആപ്പിൾ ഇനി ഇല്ലെന്ന് വിധിയെഴുതി. 1997-ൽ കടക്കണിയിൽ മുങ്ങിപ്പോകാറായ ആപ്പിളിലേക്ക് സ്റ്റീവ് ജോബ്സ് മടങ്ങിയെത്തി. ഈ മടങ്ങിവരവാണ് ആപ്പിളിന്റെ ചരിത്രത്തിൽ വഴിത്തിരിവായത്. ഐമാക്, ഐപോഡ്, ഐട്യൂൺ എന്നിവയിലൂടെ ആപ്പിൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ആപ്പിളിന് എന്നും ശക്തമായ എതിരാളികൾ ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ മൈക്രോസോഫ്റ്റും പിന്നീട് മൊബൈൽ വിപണിയിൽ സാംസങ്, ഗൂഗിൾ എന്നിവരുമായിരുന്നു പ്രധാന എതിരാളികൾ. മൈക്രോസോഫ്റ്റ് അവരുടെ സോഫ്റ്റ്വെയറുകൾ ലൈസൻസ് നൽകി ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളിൽ എത്തിച്ചപ്പോൾ ആപ്പിൾ അവരുടെ ഹാർഡ്വെയറുകളും സോഫ്റ്റ്വെയറുകളും സ്വന്തമായി നിർമ്മിച്ച് ഒരു അടഞ്ഞ ഇക്കോസിസ്റ്റം തന്നെ സൃഷ്ടിച്ചു. ഈ തത്വശാസ്ത്രമാണ് അവരെ വ്യത്യസ്തരാക്കിയത്. ഐഫോൺ വന്നതോടെ മൊബൈൽ ലോകം മാറിമറിഞ്ഞു. ലോകോത്തര ഹാർഡ്വെയർ ഗുണമേന്മയും ലളിതമായ യൂസർ ഇന്റർഫേസും ആപ്പിളിന്റെ പ്രധാന ശക്തിയായി. പ്രീമിയം വിഭാഗത്തിൽ ആപ്പിളിന് ഇപ്പോഴും കാര്യമായ വെല്ലുവിളി ഉയർത്താൻ മറ്റു കമ്പനികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഉപഭോക്താക്കളുമായി ആപ്പിളിനുള്ള ബന്ധം ഒരു ബ്രാൻഡിനോടുള്ള ഇഷ്ടമല്ല, മറിച്ച് ഒരു ഫാൻഡം ആണ്. ആളുകൾ ആപ്പിളിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് കേവലം ഫോണോ കമ്പ്യൂട്ടറോ എന്ന നിലയ്ക്കല്ല, മറിച്ച് തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായാണ്. അതിന് കാരണം ആപ്പിൾ എപ്പോഴും അവരുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നതാണ്. തിങ്ക് ഡിഫറന്റ്, പതിവ് ശൈലി മാറ്റി പുതിയ വഴികൾ കണ്ടെത്തുക. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി, ഉപഭോക്താവിന്റെ വിവരങ്ങൾക്ക് പരമമായ പ്രാധാന്യം നൽകുക. മികച്ച രൂപകൽപ്പന, ഉൽപ്പന്നങ്ങളുടെ രൂപകൽപ്പനയിലും ഉപയോഗത്തിലും വളരെയധികം ശ്രദ്ധ നൽകുക. ഈ മൂല്യങ്ങൾ ഉപഭോക്താക്കളിൽ ആഴത്തിൽ വിശ്വാസം ഉറപ്പിക്കാൻ സഹായിച്ചു. ഉൽപ്പന്നങ്ങളുടെ വില കൂടുതലാണെങ്കിൽ പോലും ആ ഗുണമേന്മയും ബ്രാൻഡ് മൂല്യവും ആളുകളെ ആപ്പിളിന്റെ ലോകത്തേക്ക് ആകർഷിക്കുന്നു. ആപ്പിളിന്റെ വളർച്ച അവിശ്വസനീയമാണ്. ലോകത്ത് $3 ട്രില്യൺ വിപണി മൂല്യം കടന്ന ആദ്യ കമ്പനിയാണ് ആപ്പിൾ. അതായത് ലോകത്തിലെ പല രാജ്യങ്ങളുടെയും മൊത്തം GDP-യേക്കാൾ വലുത്. ഇതിന്റെ പ്രധാന കാരണം അവരുടെ സേവന വിഭാഗങ്ങളിൽ നിന്നുള്ള വരുമാനമാണ്. നിലവിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വിഷൻ പ്രോ പോലുള്ള സ്പേസ് കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങളാണ് ആപ്പിളിന്റെ ഭാവി. സാങ്കേതിക ലോകത്ത് അതിവേഗം വളരുന്ന AI രംഗത്ത് ആപ്പിൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. എങ്കിലും ആഗോളതലത്തിലുള്ള സാമ്പത്തിക മാന്ദ്യവും ചൈനയിലെ ഉൽപാദനത്തെ ആശ്രയിക്കുന്നതും ഭരണപരമായ നിയന്ത്രണങ്ങൾ എന്നിവ ആപ്പിളിന് മുന്നിലുള്ള വലിയ വെല്ലുവിളികളാണ്. എങ്കിലും സ്റ്റീവ് ജോബ്സിന്റെ പിൻഗാമിയായി വന്ന ടിം കുക്ക് ആപ്പിളിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിച്ചു. ഒരു ഗ്യാരേജിൽ നിന്ന് ആരംഭിച്ച് പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ലോകത്തെ മാറ്റിമറിച്ച ഉൽപ്പന്നങ്ങൾ സൃഷ്ടിച്ച് ആപ്പിൾ ഇന്നൊരു സാങ്കേതിക കമ്പനി എന്നതിലുപരി ഒരു സാംസ്കാരിക പ്രതിഭാസമായി മാറിയിരിക്കുന്നു. തിങ്ക് ഡിഫറന്റ് എന്ന അവരുടെ മുദ്രാവാക്യം പോലെ മാറ്റത്തെ ഇഷ്ടപ്പെടുന്ന, മികച്ച ഗുണമേന്മയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ആപ്പിൾ എന്നും ഒരു പ്രചോദനമാണ്.